ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സിനിമാ മേഖലയിലെ സമരം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എ ക്ലാസ് തിയേറ്ററുകൾ അടച്ചിട്ടേക്കുമെന്നാണ് പുതിയ സൂചന. തിയേറ്റർ ഉടമകളും സിനിമാ പ്രവർത്തകരും തമ്മിലുള്ള തർക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ സിനിമാ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്നതിൽ സംശയമില്ല. സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിന് മുമ്പ് കാണാം പ്രധാന വാർത്തകൾ. ഫാസിസത്തിന് കടന്നുകയറ്റമാണ് എംടിക്കെതിരെയുള്ള വിമർശനമെന്ന് ഡിസിസി പ്രസിഡന്റ് ടി സിദ്ദിഖ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സമരപരിപാടികൾക്കൊരുങ്ങി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. 53 ദിനങ്ങൾ പിന്നിട്ടിട്ടും നോട്ട് പ്രതിസന്ധിക്ക് പരിഹാരമില്ല. പ്രതിഷേധം ശക്തമാക്കി വിവിധ സംഘടനകൾ രംഗത്ത്. യുഡിഎഫ് ഭരണകാലത്തെ ധനപ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ബാധ്യതകൾ അടിച്ചേൽപ്പിച്ചത് തൊഴിലാളികൾക്കു മേലാണെന്ന് മോട്ടോർ തൊഴിലാളി യൂണിയൻ സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ. വിശദമായ വാർത്തകളിലേക്ക്. എംടിക്കെതിരെ എൻ രാധാകൃഷ്ണൻ നടത്തിയ പ്രസ്താവന ഫാസിസത്തിന് കടന്നുകയറ്റമാണെന്ന് ഡിസിസി പ്രസിഡന്റ് ടി സിദ്ദിഖ്. സംഘഫാസിസ്റ്റ് പ്രവർത്തനം കേരളത്തിൽ അനുവദിക്കില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ സിപിഎമ്മിന് ഇരട്ടമുഖമാണ്. തങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ കൊന്നൊടുക്കുകയും അല്ലെങ്കിൽ ഇരയുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന സിപിഎം സ്വയം ആത്മപരിശോധന നടത്തേണ്ടതുണ്ടെന്നും ഡിസിസി പ്രസിഡന്റ് കോഴിക്കോട്ട് പറഞ്ഞു. നോട്ട് നിരോധനത്തിനു ശേഷം 53 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ജനങ്ങൾക്ക് ആശ്വാസകരമായ മറുപടി പ്രധാനമന്ത്രി നൽകാത്ത സാഹചര്യത്തിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം സമരത്തിനിറങ്ങുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ സമരം നടത്തുന്നതിന്റെ ആദ്യഘട്ടമായി ജനുവരി 6-ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് പിക്കറ്റിംഗ് നടത്തുമെന്ന് ഡിസിസി പ്രസിഡന്റ് ടി സിദ്ദിഖ് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, എംഐ ഷാനവാസ് എംപി അടക്കമുള്ളവർ പ്രതിഷേധത്തിന് അണിനിരക്കും. പ്രതിഷേധത്തിന്റെ രണ്ടാം ഘട്ടമായി ഈ മാസം 8-ന് ബ്ലോക്ക് ആസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദിയുടെ ജനകീയ വിചാരണ നടത്തും. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് 9-ാം തീയതി മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ പട്ടിണി സമരം നടക്കും. തീവ്രവാദികൾ ബന്ധിതനാക്കിയ ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് നേതൃത്വം സമരപരിപാടികൾ നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്ന ഭീമഹർജിയുടെ ഒപ്പുശേഖരണം പരിപാടിയോടനുബന്ധിച്ച് നടത്താനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ സംബന്ധിച്ച് സിപിഎം പ്രതികരണം ഖേദകരമാണെന്ന് ഡിസിസി പ്രസിഡന്റ് ആരോപിച്ചു. സംഘഫാസിസ പ്രവർത്തനം കേരളത്തിൽ ഒരിഞ്ച് വിലപ്പോകാൻ അനുവദിക്കില്ല. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലും കേരളത്തിലെ സിപിഐഎമ്മിന് ഇരട്ട മുഖമാണുള്ളത്. ഇതിനെതിരെ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ നടത്തിയ പ്രസ്താവന ഫാസിസത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണെന്നും സംഘഫാസിസ്റ്റ് പ്രവർത്തനം കേരളത്തിൽ തങ്ങൾ പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇരട്ടമുഖമുള്ള സിപിഎം ആത്മപരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചെന്നും ഇത്തരം സമീപനങ്ങൾക്കെതിരെ ജനുവരി 13-ന് ആവിഷ്കാര സ്വാതന്ത്ര്യ സംരക്ഷണ ദിനം ആചരിക്കുമെന്നും ഡിസിസി പ്രസിഡന്റ് വ്യക്തമാക്കി. യുഡിഎഫ് ഭരണകാലത്തെ ധനപ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കടുത്ത ബാധ്യതകൾ അടിച്ചേൽപ്പിച്ചത് സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികൾക്ക് മേലാണെന്ന് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് ഓട്ടോ തൊഴിലാളികൾ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഗൽ മെട്രോളജിയുടെ 2000 രൂപ ഫൈൻ ഒഴിവാക്കുക, ചെറുകിട വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ വെക്കണമെന്ന വ്യവസ്ഥ എടുത്തുകളയുക, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിലെ അപാകതകൾ പരിഹരിക്കുക, ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഓൺലൈൻ യൂബർ, ഒലെ, മാംഗോ ടാക്സികൾ നിരോധിക്കുക, പാർക്കിംഗ് സ്റ്റാൻഡും ടോയ്ലറ്റ് സൌകര്യങ്ങളും ഏർപ്പെടുത്തുക, ഓട്ടോറിക്ഷയ്ക്ക് ത്രിതല നിരക്കുകൾ ഉടൻ നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ തൊഴിലാളികൾ ധർണാ സമരം നടത്തിയത്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ സമരമാണ് ഓട്ടോ തൊഴിലാളികൾ ചൊവ്വാഴ്ച നടത്തിയത്. കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ മാർച്ചും ധർണയും ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു.
ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിലനിന്നിരുന്ന ധനപ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഏറ്റവും കടുത്ത ബാധ്യതകൾ അടിച്ചേൽപ്പിച്ചത് സാധാരണക്കാരായ തൊഴിലാളികൾക്കുമേലാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഈ അവസ്ഥയ്ക്ക് ഇന്ന് മാറ്റമില്ലെന്നും ഗതാഗത മന്ത്രി A.K. ശശീന്ദ്രനെ അക്കാര്യത്തിൽ തൊഴിലാളികൾ ചോദ്യം ചെയ്യുകയും ചെയ്തു. അന്യായമായ സർവീസുകൾ നടത്തുന്ന തൊഴിലാളികളല്ല ഓട്ടോ തൊഴിലാളികളെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. അവർ 50 രൂപ ഫൈൻ അടച്ചിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ ഫൈൻ 2000 രൂപയായി KM മാണി പ്രഖ്യാപിച്ചു. മാണി മാറി ഇപ്പുറത്ത് കോഴിക്കോടുകാരനായ ഗതാഗത വകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രൻ വന്നാലും മാണിയുടെ പ്രേതം A.K. ശശീന്ദ്രനെ ബാധിച്ച് വീണ്ടും തൊഴിലാളിക്ക് 2000 രൂപയുടെ അമിതമായ പിഴ ഏർപ്പെടുത്തിയാൽ A.K. ശശീന്ദ്രനല്ല ഏത് മന്ത്രിയായിരുന്നാലും ശരി അത് ചോദ്യം ചെയ്യാൻ ആർജവമുള്ളൊരു സംഘടന CIT രംഗത്ത് ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും രംഗത്തുണ്ട് എന്ന് ബന്ധപ്പെട്ട അധികാരികളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം യാസർ അറാഫത്ത് അധ്യക്ഷത വഹിച്ചു. മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി KK മമ്മു മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സോമശേഖരനും സംസാരിച്ചു. കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയ 53 ദിനങ്ങൾ പിന്നിട്ടിട്ടും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. നാഷണൽ യൂത്ത് ലീഗ് നേതൃത്വത്തിൽ മാനാഞ്ചിറ SBI ഓഫീസിലേക്ക് മാർച്ച് നടന്നു. പ്രതീകാത്മകമായി നരേന്ദ്രമോദിയെ യൂത്ത് ലീഗ് പ്രവർത്തകർ തൂക്കിലേറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയ 50 ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയാകാത്ത സാഹചര്യത്തിലാണ് നാഷണൽ യൂത്ത് ലീഗ് രംഗത്തെത്തിയത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി മുതലക്കുളത്തു നിന്നാരംഭിച്ച ജനവിചാരണ പ്രതിഷേധ പരിപാടി SBI ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് യൂത്ത് ലീഗ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി. പ്രതീകാത്മകമായി പ്രവർത്തകർ നരേന്ദ്രമോദിയെ തൂക്കിലേറ്റി. ദുരിതത്തിന്റെ 53ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും പ്രധാനമന്ത്രി മൌനം പാലിക്കുകയാണെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അജിത് കുമാർ ആരോപിച്ചു. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് പറയുമ്പോൾ സാധാരണക്കാരന് വിറയലും പനിയുമാണ് അനുഭവപ്പെടുന്നത്. ജനങ്ങൾ ഏറെ ഭയപ്പെടുന്ന ഏകാധിപതിയായ മറ്റൊരു പ്രധാനമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വളരെ ആകാംക്ഷയോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേക്ക് കയറ്റിവിട്ട ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ഓരോരോ അവസരങ്ങൾ വരുമ്പോൾ രാജ്യത്തോട് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമുക്ക് പേടിയാ. പ്രധാനമന്ത്രിയുടെ രാജ്യത്തോടൊരു പ്രസംഗമുണ്ട് എന്ന് കേട്ടാൽ വിറയും പനിയുമാണ് സാധാരണക്കാരന്. പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുഹമ്മദ് അലി ഓമല്ലൂർ, അഷ്റഫ് വെള്ളിയാട്, ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ വടകര, ഷമീർ വാവാട് തുടങ്ങിയവർ പരിപാടിയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ സിനിമാ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചന. ഈ സാഹചര്യത്തിൽ A ക്ലാസ് തിയേറ്ററുകൾ അടച്ചിട്ടേക്കുമെന്നും റിപ്പോർട്ട്. സംസ്ഥാനത്ത് സിനിമാ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചന. തിയേറ്ററുകൾ അടച്ചിടാൻ A ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ആലോചിക്കുന്നു. ഈ മാസം 10 ചേരുന്ന ഫെഡറേഷന്റെ ജനറൽ ബോഡി യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ഫെഡറേഷന്റെ കീഴിൽ 200-ലേറെ തിയേറ്ററുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. സിനിമാ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന് ഫെഡറേഷൻ ആരോപിച്ചു. പുതിയ മലയാളം സിനിമകളുടെ പ്രദർശനം നിഷേധിക്കുകയും അന്യഭാഷാ ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകുകയും ചെയ്തതിനെതിരെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ വിമർശനവുമായി എത്തി. ഇതിനൊപ്പം മലയാള സിനിമകളുടെ റിലീസ് തടയുന്നതിനിടെ ചില ഫാൻസ് അസോസിയേഷനുകളും മുന്നറിയിപ്പ് നൽകിയതും ഉടമകൾ കാരണമാക്കുന്നു. തിയേറ്ററിനുള്ളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചാണിത്. A ക്ലാസ് തിയേറ്ററുകൾ കൂടി അടച്ചിടുന്നതോടെ നിലവിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ കൂടി പ്രേക്ഷകർക്ക് നഷ്ടമാകും. വയനാട് ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും അധികൃതരുടെയും അനാസ്ഥ മൂലമുള്ള ചികിത്സയെ തുടർന്ന് തന്റെ ഭാര്യ ലയ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിൽ കഴിയുകയാണെന്ന് ബാലുശ്ശേരി സ്വദേശി P. പ്രജീഷ്. തന്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും സംഭവിച്ച തീരാവേദനയ്ക്കും കഷ്ടതകൾക്കും ഉത്തരവാദിയായവർക്കെതിരെ അന്വേഷണം നടത്തി മാതൃകാപരമായ നടപടികൾ ഉണ്ടാകണമെന്നും പ്രജീഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് അവളെ ഒബ്സർവേഷനിലേക്ക് മാറ്റി. പിറ്റേന്ന് രാവിലെ തൊട്ട് സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പൊ അവര് വരും, ഗുളിക കൊടുക്കും, ഇഞ്ചക്ഷൻ കൊടുക്കും. ഒരു 3 ദിവസത്തോളം. അപ്പൊ വീണ്ടും ഡോക്ടർ പറയാണ് എക്സ്റേ എടുത്ത് നോക്കാണ്. അന്ന് തന്നെ ഒരു 3 എക്സ്റേ എടുപ്പിച്ചു. അപ്പൊ എക്സ്റേയിലൊന്നും കാണുന്നില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കൂടി വേദന സഹിക്കാൻ അവിടെ നിൽക്കുമ്പോൾ ഡോക്ടർ പറയാണ് ഹൃദയത്തിൽ കുറച്ച് നീർക്കെട്ടുണ്ട്, അതിന്റെ ഭാഗത്തായിട്ടാണ് വേദന. 2 ദിവസം കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവും, ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഒരു കാർ വിളിച്ച് പോയിട്ട് അവിടുന്ന്
കാറിൽ കൂട്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് വരുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫസ്റ്റ് ഡോപ്ലർ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കാൻ ചെയ്തപ്പോഴാണ് പറയുന്നത് കാലിക്ക് രക്തം കട്ട പിടിച്ചിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് ഹൈ റിസ്ക് ICUലേക്ക് മാറ്റുമായിരുന്നു. അതിനുശേഷം ഇപ്പോഴും അവള് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത്. തെറ്റുണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു. വാർത്തകളിൽ ഒരിടവേള. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വിലക്കിഴിവും സമ്മാനങ്ങളും. 20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കൊപ്പം ഒരു സ്വർണ്ണ നാണയം സമ്മാനം. എല്ലാ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പ്. ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിൽ ആരെ? ഈ കണ്ണട കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും. ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകുന്ന വികസനമാണ് കേരളത്തിന് ആവശ്യമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. ബാലുശ്ശേരി കൂട്ടാലിടയിൽ ജില്ലാ കിസാൻ മേള ഉർവരം 2017 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സംസ്ഥാനതലത്തിൽ കാർഷിക കർമ്മസേന രൂപീകരിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. കൂട്ടാലിടയിൽ ജില്ലാ കിസാൻ മേള ഉർവരം 2017 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യഘട്ടത്തിൽ 500 ഗ്രാമപഞ്ചായത്തുകളിൽ കാർഷിക കർമ്മസേന രൂപീകരിക്കും. ഇവയുടെ ഏകോപനം സംസ്ഥാന കർമ്മസേന നിർവഹിക്കും. ഗ്രാമീണ മേഖലകളിലെ കൃഷിക്ക് യന്ത്രസാമഗ്രികൾ ലഭ്യമാക്കുന്നതിനും മറ്റ് സാങ്കേതിക സഹായങ്ങൾ എത്തിക്കുന്നതിനും കർമ്മസേന നേതൃത്വം നൽകും. സംസ്ഥാനത്ത് 15 ഇടങ്ങളിൽ സ്ഥാപിക്കുന്ന അഗ്രോ പാർക്കുകളിൽ ആദ്യത്തേത് കോഴിക്കോട്ടാവും. നാളികേരത്തിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കേന്ദ്രമായിരിക്കും ഇത്. കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകുന്ന വികസനമാണ് കേരളത്തിന് ആവശ്യം. കൃഷിയെ ഒഴിവാക്കി സമൂഹത്തിന് മുന്നോട്ട് പോകാനാവില്ല. പച്ചക്കറി, പാൽ, മുട്ട, മാംസം എന്നിവയ്ക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന രീതി മാറണം. 50,000 ഹെക്ടറിൽ ജൈവ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കും. കൃഷിയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രൊഡക്ഷൻ മാപ്പ് തയ്യാറാക്കും. നാളികേര സംഭരണത്തിന് പ്രത്യേക സംവിധാനം കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. പുരുഷൻ കടലുണ്ടി MLA അധ്യക്ഷം വഹിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അവാർഡുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ V പ്രതിഭ, N മനോജ് കുമാർ, KM ശോഭ, OP ശോഭന, AC സതി, CT വനജ, PM രമ്യ, CH ബാലകൃഷ്ണൻ, കോട്ടയിൽ രാധാകൃഷ്ണൻ, തിരുവള്ളൂർ മുരളി, കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കാറങ്ങോട്ട്, ആത്മ പ്രൊജക്ട് ഡയറക്ടർ M നന്ദിനി എന്നിവർ സംസാരിച്ചു. NYPC റോട്ടറി ഫ്ലവർ ഷോയ്ക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ പ്രവേശനം നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 8 വരെ തുടരുന്ന മേളയോടനുബന്ധിച്ച് കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ശനിയാഴ്ച വൈകിട്ടാണ് പുഷ്പരാജ പുഷ്പറാണി മത്സരം. കോഴിക്കോട് സരോവരത്തിന് സമീപത്തെ ഗ്രൌണ്ടിൽ നടക്കുന്ന NYPC റോട്ടറി ഫ്ലവർ ഷോ 8 വരെ നീട്ടിയതായി സംഘാടകർ അറിയിച്ചു. വരും ദിവസങ്ങളിൽ 15 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ പ്രവേശനം നൽകുമെന്നും സംഘാടകരായ കാലിക്കറ്റ് സൈബർ സിറ്റി റോട്ടറി ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി ഒളകരയും ജനറൽ കൺവീനർ മെഹറൂഫ് മണലുടെയും അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് 4-ന് ജൈവ പച്ചക്കറി കൃഷിയും അടുക്കളത്തോട്ടവും എന്ന സെമിനാർ നടക്കും. 5-ന് വൈകിട്ട് 4-ന് മെഹന്തി മത്സരവും 6-ന് വൈകിട്ട് 6 മണിക്ക് വോയിസ് ഓഫ് മലബാർ സംഗീത മത്സരവും നടക്കും. 7-ന് വൈകിട്ട് 6-ന് പുഷ്പരാജ പുഷ്പറാണി മത്സരവും നടക്കും. 8-ന് സാംസ്കാരിക സമ്മേളനത്തോടെ പരിപാടികൾക്ക് സമാപനമാകും. വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടക്കും. മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ 9895569111 എന്ന നമ്പറുമായി ബന്ധപ്പെടണം.
തുടർന്നുള്ള ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് കലാവിരുന്നുകളും സംഘടിപ്പിക്കും. ഫ്ലവർ ഷോയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഗുജറാത്ത്, ഹൈദരാബാദ്, ഗോവ എന്നിവിടങ്ങളിൽ നടക്കുന്ന രാജ്യാന്തര പട്ടം പറത്തൽ മത്സരത്തിൽ പങ്കെടുക്കാനായി കേരളത്തിൽ നിന്നുള്ള വൺ ഇന്ത്യ കൈറ്റ് ടീം തയ്യാറായതായി സാരഥികൾ പറഞ്ഞു. രാജ്യാന്തര പട്ടം പറത്തൽ ടീമിനെ അബ്ദുള്ള മാളിയേക്കൽ നയിക്കും. തെലങ്കാന ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ, ഹൈദരാബാദ് ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ, ഡൽഹി ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ, ഗോവ ആൻഡ് ബെൽഗാം ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ തുടങ്ങിയ രാജ്യാന്തര മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് ടീമുകളും ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. രാജ്യാന്തര പട്ട മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന വൺ ഇന്ത്യ കൈറ്റ് ടീമിന്റെയും ഇൻക്രെഡിബിൾ ഇന്ത്യ വിമൻസ് കൈറ്റ് ടീമിന്റെയും 12 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. 2 വിഭാഗങ്ങളിലായി നടത്തുന്ന മത്സരത്തിൽ രാജ്യാന്തര വിഭാഗത്തിലും ദേശീയ വിഭാഗത്തിലുമാണ് ടീം പങ്കെടുക്കുന്നത്. പട്ടം നിർമ്മാണ വർക്ക്ഷോപ്പുകൾ, പട്ടം പറത്തൽ മത്സരം, കൂറ്റൻ പട്ടങ്ങളുടെ പ്രദർശനം, സ്പോർട്സ് ആൻഡ് സ്റ്റണ്ട് കൈറ്റ് ടീമുകളുടെ മത്സരം തുടങ്ങിയ 4 വിഭാഗങ്ങളിലാണ് പട്ട മഹോത്സവം ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ ഡൽഹി സർക്കാർ, ഗുജറാത്ത് സർക്കാർ, തെലങ്കാന സർക്കാർ, കർണാടക സർക്കാർ എന്നിവരാണ് പട്ടം പറത്തൽ സംഘടിപ്പിക്കുന്നത്. 35 വിദേശ രാജ്യങ്ങളും 5 ദേശീയ ടീമുകളുമാണ് പങ്കെടുക്കുന്നത്. മുഹമ്മദ് റഫിയുടെ ഓർമ്മകൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് മധുരഗീതാഞ്ജലി കോഴിക്കോട് ടൌൺ ഹാളിൽ അരങ്ങേറി. ആസിഫ് കാലിക്കറ്റ് അവതരിപ്പിച്ച പരിപാടി MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. ഹൃദയങ്ങളിൽ ജീവിക്കുന്ന അനശ്വര ഗായകന്റെ ഓർമ്മയിൽ നിറഞ്ഞ് യേ ദുനിയാ യേ മെഹഫിൽ. മുഹമ്മദ് റഫിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ആസിഫ് കാലിക്കറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. റഫി പാടിയ 35 ഗാനങ്ങളുമായി ടൌൺ ഹാളാണ് സംഗീത സാന്ദ്രമായത്. മുഹമ്മദ് റഫി പാടിയ ദുനിയാ കെ രഖ്വാലെ, ഓ മേരി മെഹബൂബ, കൽ രാത് ജിന്ദഗി, യേ ദുനിയ യേ മെഹഫിൽ തുടങ്ങിയ റഫി പാടി തകർത്ത ഒട്ടേറെ ഗാനങ്ങൾ വേദിയിൽ ആലപിച്ചു. ആസിഫ് കാലിക്കറ്റും യാരയുമാണ് പാട്ടുകൾ പാടിയത്. പപ്പൻ കോഴിക്കോടും M ഹരിദാസും കീബോർഡിലും ഫിറോസ് സന്തോഷ് എന്നിവർ തബലയിലും പശ്ചാത്തല സംഗീതമൊരുക്കി. പരിപാടി MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷം വഹിച്ചു. MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ മുഖ്യാതിഥിയായിരുന്നു. V ജയൻ സുർസൈൻ, P മുസ്തഫ, ലായിക് എന്നിവർ സംസാരിച്ചു. നൌഷാദ് അരീക്കോട് സ്വാഗതവും മുഹമ്മദ് അഷ്റഫ് നന്ദിയും പറഞ്ഞു. നെൽകൃഷി കൂടാതെ ഫാം ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികൾ വെളിയന്നൂർ ചല്ലിയിൽ പ്രാവർത്തികമാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. വെളിയന്നൂർ ചെല്ലി പാടശേഖരം കൃഷിയോഗ്യമാക്കണമെന്ന മന്ത്രി TP രാമകൃഷ്ണന്റെയും MLA K ദാസന്റെയും ആവശ്യപ്രകാരം സ്ഥലം സന്ദർശന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വെളിയന്നൂർ ചെല്ലി പാടശേഖരം കൃഷിയോഗ്യമാക്കാൻ സംസ്ഥാന സർക്കാർ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. 1360 ഏക്കർ വരുന്ന പാടശേഖരത്തെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവകേരള മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ പ്രധാന പദ്ധതിയെ ഇത് പരിഗണിക്കും. അരിക്കുളം, കീഴരിയൂർ പഞ്ചായത്തുകളിലും കൊയിലാണ്ടി നഗരസഭയിലും ഉൾപ്പെടുന്ന വെളിയന്നൂർ ചെല്ലി പാടശേഖരം കൃഷിയോഗ്യമാക്കണമെന്ന് പേരാമ്പ്ര നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി TP രാമകൃഷ്ണനും കൊയിലാണ്ടിയിലെ പ്രതിനിധി K ദാസൻ MLAയും ആവശ്യപ്പെട്ടതനുസരിച്ച് സ്ഥലം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി. നെൽകൃഷി കൂടാതെ ഫാം ടൂറിസം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആ എസ്റ്റിമേറ്റ് പരിശോധിച്ചിട്ട് RIDF-ൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ പണിയാതെ കിടക്കുന്ന ഈ പാടം പണിയാന്നുള്ളതും ഇവിടെ ഒരു ശുദ്ധജല തടാകം ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് CWRDM-ന്റെ പ്രോജക്റ്റ്. അത് ഇപ്പോൾ ഗവൺമെന്റ് പൂർണ്ണമായിട്ട് തരിശില്ലാതാക്കുന്ന പദ്ധതിയുടെ ഭാഗമാക്കി ഹരിത കേരളത്തിന്റെ കൂടി ഭാഗമാക്കിക്കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി ആരംഭിക്കും. K ദാസൻ MLA, നഗരസഭാ അധ്യക്ഷൻ K സത്യൻ, അരിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് C രാധ, കീഴരിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഗോപാലൻ, കൃഷിവകുപ്പ് ജോയിന്റ് ഡയറക്ടർ നന്ദിനി, C അശ്വിനി ദേവ്, TV ബാലൻ, S സുനിൽ മോഹൻ, TE ബാബു എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വാർത്തകളിൽ ഒരിടവേള കൂടി. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വിലക്കിഴിവും സമ്മാനങ്ങളും.
20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കൊപ്പം ഒരു സ്വർണ്ണ നാണയം സമ്മാനം. എല്ലാ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പ്. ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. നാഷണൽ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ശസ്ത്രക്രിയാരഹിത അസ്ഥി തേയ്മാന ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജനുവരി 5 മുതൽ 7 വരെ നടക്കുന്ന ക്യാമ്പ് ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്യും. നൂതന സമ്പ്രദായം ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതി ഡോക്ടർ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നാഷണൽ ഹോസ്പിറ്റൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജനുവരി 5, 6, 7 തീയതികളിലാണ് നാഷണൽ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ശസ്ത്രക്രിയയില്ലാത്ത അസ്ഥി തേയ്മാന ചികിത്സയെക്കുറിച്ചും ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് ഈ രോഗങ്ങളെ പ്രതിരോധിക്കേണ്ട മാർഗ്ഗങ്ങളെക്കുറിച്ചും ക്യാമ്പിൽ അവബോധം നൽകും. നാഷണൽ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രശാന്ത് JS ആണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 7025731333 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ പറഞ്ഞു. എളിമയും ലാളിത്യവും ജീവിതത്തിന്റെ മുഖമുദ്രയാക്കണമെന്ന് വയലാർ അവാർഡ് ജേതാവ് UK കുമാരൻ. മാനാഞ്ചിറ സെൻട്രൽ ടെലികോം റീക്രിയേഷൻ ക്ലബിന്റെ പുതുവത്സരാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനാഞ്ചിറ ടെലികോം റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. മാനാഞ്ചിറ സെൻട്രൽ ടെലിഫോൺ എക്സ്ചേഞ്ച് റിക്രിയേഷൻ ക്ലബ് ഹാളിൽ നടന്ന പുതുവത്സരാഘോഷ പരിപാടികൾ വയലാർ അവാർഡ് ജേതാവ് UK കുമാരൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതത്തെ എത്രത്തോളം സുദൃഢവും സുന്ദരവുമാക്കാൻ കഴിയുമെന്ന അന്വേഷണത്തിലാണ് ജീവിതത്തിന്റെ വിജയം കിടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ലാളിത്യവും എളിമയും ജീവിതത്തിന്റെ മുഖമുദ്രയാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സുഖകരവും സുന്ദരവുമാക്കാൻ കഴിയും എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ജീവിതത്തിന്റെ വിജയം കിടക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരുപാട് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും യാതനകളും ഒക്കെ ഉണ്ടായിരിക്കാം. ഇതില്ലാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല. പുറമെ കാണുമ്പോഴും അത്രയൊന്നും പ്രയാസമില്ല എന്ന് തോന്നിപ്പിക്കുന്ന ആളുകൾ പോലും ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചാണ് ജീവിക്കുന്നതെന്ന് അടുത്തറിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ടെലികോം റിക്രിയേഷൻ ക്ലബ് ചെയർപേഴ്സൺ PT സലീമ അധ്യക്ഷം വഹിച്ചു. സബ് ഡിവിഷൻ എഞ്ചിനീയർ ബിന്ദു ചീരൻ, റിക്രിയേഷൻ ക്ലബ് സെക്രട്ടറി E രാജൻ, കൺവീനർ K ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതെ വീടുകളിൽ കഴിഞ്ഞവർക്കായി കൊയിലാണ്ടി നെസ്റ്റ് ഒരുക്കിയ സ്നേഹസംഗമം ക്യാമ്പിന് സമാപനമായി. ക്യാമ്പ് അംഗങ്ങൾക്ക് K ദാസൻ MLA ഉപഹാരം സമർപ്പിച്ചു. സന്തോഷത്തോടെ സ്നേഹസംഗമം ക്യാമ്പിൽ നിന്നും അവർ വിട വാങ്ങി. അടുത്ത വർഷത്തെ ക്യാമ്പിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ. നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതെ വീടുകളിൽ കഴിയുന്നവർക്കായി നെസ്റ്റ് ക്യാമ്പസ് ഇനീഷ്യേറ്റീവാണ് 2 ദിവസത്തെ ക്യാമ്പ് ഒരുക്കിയത്. വിവിധ കലാപരിപാടികൾ അവർക്ക് ആവേശമായി മാറി. സമാപന ദിവസം നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചവർ വീൽചെയറിലിരുന്ന് അവതരിപ്പിച്ച കോൽക്കളിയും ശ്രദ്ധേയമായി. ക്യാമ്പ് അംഗങ്ങൾക്ക് MLA K ദാസൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കോർപ്പറേഷൻ ബേപ്പൂർ മേഖല റെസിഡൻസ് അസോസിയേഷനുകൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും കുടുംബ സംഗമവും നടന്നു. നന്മ റെസിഡൻസ് അസോസിയേഷൻ 4ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി നടന്നു. നന്മ രക്ഷാകർതൃ സമിതി അംഗം PP വേലായുധൻകുട്ടി നായർ ഉദ്ഘാടനം ചെയ്തു. PM ശേഖരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ ഗിരിജ ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. അസോസിയേഷനിലെ മുതിർന്ന മെമ്പർ K സോമനെ ചടങ്ങിൽ ആദരിച്ചു. കൌൺസിലർ PP ബീരാൻ കോയ, MA ജോസ്, ഗിരീഷ് V, ഗിരീഷ് കുനിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്നവരുടെയും കുട്ടികളുടെയും കലാപരിപാടികളും തുടർന്നു നടന്നു. ഒരുമ റെസിഡൻസ് അസോസിയേഷൻ 5ാം വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. പരിപാടി കൌൺസിലർ N സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റ് സതീഷ് കുമാർ കക്കാടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുധീഷ് K, നിഹൽ K, അശ്വിൻ K,
ഹാരിഷ് മോഹൻ, മിനി സേതുമാധവൻ, EP അബ്ദുൽ അസീസ്, മണികണ്ഠൻ V തുടങ്ങിയവരും സംസാരിച്ചു. ബേപ്പൂർ നാനോ റെസിഡൻസ് അസോസിയേഷന്റെ 6ാം വാർഷികം മാമത്ത് പറമ്പിൽ വിവിധ പരിപാടികളോടെ നടന്നു. കോർപ്പറേഷൻ കൌൺസിലർ N സതീഷ് കുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നാലുകുടി പറമ്പ് വിജയൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി പൂളക്കൽ മനോജ്, ദിനേശൻ മാസ്റ്റർ, V ദേവൻ, T ശ്രീധരൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും മുതിർന്ന പൌരന്മാരെയും ആദരിച്ചു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കറൻസി നിരോധനത്തിനെതിരെ മാധ്യമങ്ങളിലൂടെയും നേരിട്ടും പ്രചരണം നടത്തിയ ബെഫി സംസ്ഥാന പ്രസിഡന്റ് T നരേന്ദ്രനെതിരെയുള്ള സംഘപരിവാർ ഭീഷണിക്കെതിരെ ബെഫി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി LIC കോർണറിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഡോക്ടർ KN ഗണേഷ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ബെഫി ജില്ലാ പ്രസിഡന്റ് M രാജു അധ്യക്ഷം വഹിച്ചു. KT കുഞ്ഞിക്കണ്ണൻ, VT സുരേഷ്, M മുരളീധരൻ, V ഗിരീഷ്, K അജയൻ, ഡോക്ടർ NM സണ്ണി, മീന N നായർ, C രാജീവ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട്ടെ പുരാതന തറവാടായ കോശിനി കുടുംബമേള ഫ്രാൻസിസ് റോഡിലെ തറവാട്ട് പരിസരത്ത് നടന്നു. കുടുംബസംഗമത്തിൽ തറവാട്ടിലെ മുതിർന്ന കാരണവന്മാരായ കുഞ്ഞിക്കോയ, ഉസ്മാൻ കോയ, കൊയ്സൻ കോയ എന്നിവർ പതാക ഉയർത്തി. 3ാമത് കുടുംബമേള സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൾ അസീസിന്റെ അധ്യക്ഷതയിൽ സബ് ജഡ്ജ് RL ബൈജു ഉദ്ഘാടനം ചെയ്തു. കുടുംബമേളയുടെ ഭാഗമായി നടത്തിയ വിവിധ കലാപരിപാടികളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ നൽകി. പരിപാടിയിൽ ഉമ്മർ ഫാറൂഖ്, അബ്ദുൾ റഷീദ്, മുഹമ്മദ് ഫയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോശിനി തറവാടിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് അക്കു KV, അലി കൊശാനി, ഹാഷിം കൊശാനി, അബ്ദുൾ സമദ് KV, യാക്കൂബ് KV, സുൽഫിക്കർ KV, ഉസ്മാൻ PV തുടങ്ങിയവർ സംസാരിച്ചു. 1500ഓളം പേരാണ് കുടുംബമേളയിൽ പങ്കെടുത്തത്. മേളയിൽ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫാസിസത്തിന് കടന്നുകയറ്റമാണ് MTക്കെതിരെയുള്ള വിമർശനമെന്ന് DCC പ്രസിഡന്റ് T സിദ്ദിഖ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സമരപരിപാടികൾക്കൊരുങ്ങി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. 53 ദിനങ്ങൾ പിന്നിട്ടിട്ടും നോട്ട് പ്രതിസന്ധിക്ക് പരിഹാരമില്ല. പ്രതിഷേധം ശക്തമാക്കി വിവിധ സംഘടനകൾ രംഗത്ത്. UDF ഭരണകാലത്തെ ധനപ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ബാധ്യതകൾ അടിച്ചേൽപ്പിച്ചത് തൊഴിലാളികൾക്കു മേലാണെന്ന് മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.